എലിസമ്മാമ്മേ ഇന്നെന്തുവാ നമ്മുടെ കൃഷി? ഇന്ന് കൃഷി എന്തുവാ? എന്നും കുറേ തക്കാളിയുടെ അരി മേടിച്ചുകൊണ്ട് വന്നപ്പോൾ ആകെ കിളിക്കുന്നില്ല. ഇപ്പം കുറച്ച് തൈ കിട്ടി. അപ്പം ഞാൻ വിചാരിച്ചു ചെറിയ മഴയൊക്കെ ഉണ്ട്, അപ്പം അതങ്ങ് നടാമെന്ന് വിചാരിച്ചു. ചാണകം, കോഴിക്കാഷ്ടം, അത് മതിയോ ഇത്രയും സ്ഥലത്ത്? അത് ഇപ്പം ആദ്യം ഇത്രയും മതി, പിന്നെ കിളിച്ച് കഴിഞ്ഞേ ചിട്ടാ. ഓക്കെ. ചിലപ്പോൾ വളം കൂടിയാലേ ഇതേ ഈ വെള്ളം കെട്ടി കിടക്കാതെ ഇങ്ങനെ സൈഡിൽ നിന്നൊന്ന് കോരി പണ പോലെ ആക്കണ്ടായോ? വാരം കോരിയില്ലെങ്കിൽ മഴയുണ്ട്. ഈ മഴ ഇങ്ങനെ എന്താ ഉദ്ദേശിക്കാത്ത സമയത്ത് മഴ വരിക. തറ ഇറക്കി കഴിഞ്ഞോ? മതിയല്ലോ. തക്കാളി തേന കിളിച്ച് കഴിഞ്ഞേച്ച് ഇന്ന് നല്ല വൃത്തിയാക്കിയാൽ അഴുകിപ്പോത്തൊന്നുമില്ലേ മഴയത്ത്? മഴ വരുന്നുണ്ട്, അപ്പോൾ അത് വെള്ളം നിൽക്കാതിരിക്കാൻ ഏതാണ്ട് ഇങ്ങനെ കയറ്റി വെക്കുന്നത്. വെള്ളമേ ഇങ്ങനെ നിൽക്കാതിരിക്കും. അപ്പം ഇങ്ങനെ ആകുമ്പോൾ ഇതിൻ്റെ അകത്തങ്ങ് വെച്ചാൽ മതി, അപ്പോൾ പോത്തില്ല, അളിഞ്ഞു പോത്തില്ല. എത്ര ഉണ്ട്? 6 തൈ. ഇത് മതിയോ? അല്ല, ഇത് പിടിച്ച് കിട്ടിയാൽ ഇത് മതി. 1 മൂടായാലും 2 മൂടുണ്ടെങ്കിലും നമ്മുടെ വീട്ടിലേക്കുള്ളത് ആവശ്യത്തിനാവും, പിടിച്ച് കിട്ടിയാൽ. അത്രയേ ഉള്ളൂ. ഒന്ന് കാണിച്ച്. ഇത് കൊള്ളാം, സെറ്റപ്പ്. ഇത് എവിടുന്ന് കിട്ടിയ അവന്? ഇത്രയും വേണോ? ഇത്രയും താഴ്ത്തണം? ചെറിയൊരു കുഴി എടുക്കുക, ഒന്ന് വെക്കുക, പിന്നെ വളമൊക്കെ പിന്നെ ഇട്ടാൽ മതി. സിമ്പിൾ പരിപാടി. ഇച്ചിരി അകലം കൂടിപ്പോയില്ലേ? അകലം കൂടിയോ? അകലമൊന്നും കൂടിയിട്ടില്ല. ഇല്ല. എത്ര എണ്ണം ഉണ്ട്? 5-6 എണ്ണമല്ലേ ഉള്ളൂ. അത് വേണമെങ്കിൽ ഞാൻ ഇടയ്ക്ക് ഒന്നുകൂടെ വെച്ചാൽ പോരെ, അപ്പോൾ പ്രശ്നം അങ്ങ് തീരത്തില്ല. ഇത്രയും മതിയോ അകലം? തമ്മിലുള്ള അകലം ഓക്കെയാണോ? ഇത്രയുണ്ടല്ലോ. ഇതിപ്പോൾ 6 തൈ ഉണ്ട്. 1 2 3 4 5 6 തൈ. ഇങ്ങനെ ഇട്ടാൽ വെള്ളം ആകത്തില്ല അല്ലേ? ശരിയായി. വെള്ളം കൂടി ഒഴിച്ചാൽ പരിപാടി തീരുമല്ലോ? വെള്ളം കൂടി ഇച്ചിരി ഒഴിച്ച് തളിച്ചേ ഒഴിച്ച് നിർത്തിയാൽ പിന്നെ ആ വാട്ടം അങ്ങ് മാറും. ഇപ്പോൾ വെള്ളമൊക്കെ ഒഴിച്ച്. വെള്ളം കൂടി അഴുകുമോ? വെള്ളം തക്കാളിക്ക് കൂടുതൽ വീണാൽ അങ്ങ് പല്ലിലേക്ക്. പിന്നെ ഇത് തന്നെ ഉണങ്ങി കിടന്ന മണ്ണായതുകൊണ്ട് ഇച്ചിരി വെള്ളം തളിച്ചങ്ങ് നിർത്തിയാൽ നാളെ ഇനി ഒഴിക്കണ്ട, അത്രയും നനഞ്ഞ് കിടന്നോളൂ. അപ്പോൾ പെട്ടെന്ന് അങ്ങ് വേര് പിടിക്കും. ശരി. അപ്പോൾ ഇന്നത്തെ പരിപാടി ഇത്രയേ ഉള്ളൂ. ഇന്നിനിയും കഴിഞ്ഞു ഇന്നത്തെ പരിപാടി. അപ്പോൾ ഓക്കെ.